എന്നിട്ട് ഞാൻ പിടിച്ചെന്നില്ലേ? ഇനി നിൽക്കും. പോയിക്കോ. അവളോട് തണിച്ച പോയിക്കോ. സാറേ, പോസ്റ്റ്മോർട്ടം തുടങ്ങിയോ? ഇല്ല. ഞാൻ കല്യാണം കഴിക്കായിരുന്ന കുട്ടിയായിരുന്നു. വേണമെങ്കിൽ കയറി കണ്ടോ? വേണ്ട, ആ കിടപ്പ് കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. തല ഇറങ്ങും. എങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് വല്ല സൂചന കിട്ടിയോ സാർ? ഇല്ല, അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? അതൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പറയാൻ പറ്റും. അമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? എന്തിനാ? അമ്മ ഉടനെ നിത്യയുടെ വീട് വരെ ഒന്ന് പോണം. ഞാനില്ല. ഇനി ഞാൻ ആ വീട്ടിലേക്ക് ചെന്നാൽ ശരിയാവില്ല. അമ്മ പോയേ പറ്റൂ. എന്നോട് ആജ്ഞാപിക്കാൻ മാത്രം വളർന്നോ നീ? എനിക്ക് സൗകര്യമില്ല പോവാൻ. അമ്മേ, ആ വീട്ടിലൊരു ദുരന്തം നടന്നിരിക്കുക. എന്ത്? നമ്മുടെ നിത്യയില്ലേ, അവക്കെന്തു പറ്റി? അവള് നിന്നെ അടിച്ചിറക്കിയോ? എങ്കി അത് നന്നായേ ഉള്ളൂ. ഇതവള് കുറച്ചു മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എങ്കി നീ എപ്പോഴേ നന്നായേനെ. അതല്ലമ്മേ. ഏതല്ലെന്ന്? അമ്മയൊന്നും മിണ്ടാതിരിക്കാവൂ. കേട്ടാ ഞെട്ടാൻ പോകുന്നൊരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിത്യയില്ലേ, അവള് മരിച്ചുപോയി. എപ്പോ? എങ്ങനെ? ബോഡി ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മോർച്ചറി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോ അവിടെ. വീട്ടില് ബാക്കിയുള്ളവരൊക്കെ തനിച്ചേ ഉള്ളൂ. അമ്മ അവിടെ വേണം. ചെല്ലായിരുന്ന മോശം. സത്യം പറയടാ, നിത്യക്ക് എന്താ സംഭവിച്ചേ? ഞാനൊരു തവണ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പറയാൻ പറ്റൂ. ഇപ്പൊ ഞാൻ പറയുന്നത് അമ്മയൊന്ന് അനുസരിക്കും. ശരി, ഞാൻ പോവാ. ആ, ഞാനിതെങ്ങനെ സഹിക്കും അമ്മേ?
എന്റെ മോള് പോയല്ലോ. എന്റെ മോനെ എടാ, നീ ഇതൊന്നും അറിയുന്നില്ലേടാ.